1975 ജൂൺ 25 ന്യൂഡൽഹി. രാജ്യം പതുക്കെ ഉറക്കത്തിലേക്ക് വീണുകൊണ്ടിരുന്നു. വീഥികൾ ശാന്തം, വീടുകൾ നിശബ്ദം. പക്ഷേ അധികാരത്തിൻ്റെ മതിലുകൾക്കുള്ളിൽ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രം ശാശ്വതമായി മാറാൻ പോകുന്ന ഒരു തീരുമാനം രൂപം കൊണ്ടുകൊണ്ടിരുന്നു. അത് ഒരു സാധാരണ സർക്കാർ ഉത്തരവായിരുന്നില്ല. അതൊരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ താൽക്കാലികമായി നിഷേധമാക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അർദ്ധരാത്രി കടന്നപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം രാവിലെ ഇന്ത്യ ഉണർന്നത് ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്കായിരുന്നു. പക്ഷേ ഈ കഥ ആ ഒരു രാത്രി തുടങ്ങിയ ഒന്നല്ലായിരുന്നു. അത് മാസങ്ങളായി പുകയുന്ന രാഷ്ട്രീയ സാമൂഹിക കലഹങ്ങളുടെ പര്യവസാനമായിരുന്നു. 1970കളിലെ മധ്യകാല ഇന്ത്യ, 1971 യുദ്ധത്തിൻ്റെ ആഘാതങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പട്ടിണിയുടെ നിഴൽ എന്നിങ്ങനെ പല പ്രശ്നങ്ങളും ഇന്ത്യയിലുടനീളം പടർന്നു. ജനങ്ങളുടെ അസന്തോഷം പതുക്കെ പൊട്ടിത്തെറിച്ചു തുടങ്ങി. ഗുജറാത്ത്, ബീഹാർ എന്നിങ്ങനെ പല സംസ്ഥാനങ്ങളിലായി പ്രതിഷേധങ്ങൾ, വിദ്യാർത്ഥി സമരങ്ങൾ, ജനപ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഈ പ്രക്ഷോഭങ്ങൾക്ക് ദിശ നൽകിയ ഒരു പേരായിരുന്നു ജയപ്രകാശ് നാരായൺ. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ആയിരുന്നു സമ്പൂർണ്ണ വിപ്ലവം, ടോട്ടൽ റെവല്യൂഷൻ. സർക്കാരിനെതിരായ ഏറ്റവും ശക്തമായ ജനവിളിയായിരുന്നു അത്. രാജ്യം രാഷ്ട്രീയമായി തിളച്ചുകൊണ്ടിരിക്കെ ഒരു കോടതി വിധി അധികാരത്തിൻ്റെ അടിത്തറയിൽ ഇടിമിന്നലായി പതിച്ചു. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ജഗ്മോഹൻ സിൻഹ ഒരു വിധി പ്രഖ്യാപിച്ചു. ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി. 6 വർഷത്തേക്ക് മത്സരങ്ങളിൽ വിലക്ക്. ഇത് ഒരു നിയമപരമായ സംഭവം മാത്രമല്ലായിരുന്നു. ഇതൊരു പ്രധാനമന്ത്രിയുടെ അധികാരത്തെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു. രാജ്യം കലഹാവസ്ഥയിലേക്ക് നീങ്ങി. അതിൻ്റെ എല്ലാം പര്യവസാനമായിരുന്നു ആ അർദ്ധരാത്രിയിലെ പ്രഖ്യാപനം. എമർജൻസി പ്രഖ്യാപിച്ചതോടെ ജനാധിപത്യം അടിച്ചമർത്തപ്പെട്ട പോലെയായി. ജനാധിപത്യത്തിൻ്റെ ആദ്യ ശബ്ദം അടിച്ചമർത്തപ്പെട്ടത് മാധ്യമങ്ങളിലായിരുന്നു. പത്രങ്ങൾ, റേഡിയോ എന്നിങ്ങനെ എല്ലാ പൊതു വാർത്താ വിനിമയത്തിനും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം എന്ന അവസ്ഥയായി. ചില പത്രങ്ങൾ അവരുടെ എഡിറ്റോറിയൽ പേജുകൾ ശൂന്യമായി പ്രസിദ്ധീകരിച്ചു വിട്ടു. അതൊരു പ്രതിഷേധം മാത്രമായിരുന്നില്ല, അതൊരു നിശബ്ദ നിലവിളി കൂടിയായിരുന്നു. എമർജൻസിയുടെ ഏറ്റവും ഭീകരമായ ദൃശ്യങ്ങൾ നടന്നത് രാത്രികളിലായിരുന്നു. പല മുൻനിര നേതാക്കളുടെ വാതിലുകൾ മുട്ടപ്പെട്ടു. വാറണ്ടില്ല, കോടതി ഉത്തരവില്ല. മിസ, മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ ജയിലിലടക്കപ്പെട്ടു. ജയപ്രകാശ് നാരായൺ, മൊറാർജി ദേശായി, അടൽ ബിഹാരി വാജ്പേയി, AK ആൻ്റണി, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര നേതാക്കൾ ജയിലിൽ അടക്കപ്പെട്ടു. 10,000 വിചാരണ കൂടാതെ തടവിലാക്കപ്പെട്ടു. രാജ്യത്ത് ഒരു പുതിയ ഭയം ഉടലെടുത്തു. അഭിപ്രായം പറയുന്നത് തന്നെ ഒരു കുറ്റമായി മാറി. എമർജൻസിയുടെ 2 അധ്യായങ്ങളിൽ ഏറ്റവും അസ്വസ്ഥമാക്കിയ ഒന്നായിരുന്നു ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ ക്യാമ്പയിൻ, നിർബന്ധിത വന്ധ്യകരണം. അത് മുന്നോട്ട് നയിച്ച ആളിൻ്റെ പേര് സഞ്ജയ് ഗാന്ധി. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജനസംഖ്യ നിയന്ത്രിക്കാനായി 1976-77 കാലയളവിൽ മാത്രം ഏകദേശം 81 ലക്ഷത്തോളം ആളുകളെ നിർബന്ധിതമായി വന്ധീകരണം ചെയ്തു. ഇതിൽ അവിവാഹിതരും ഉൾപ്പെട്ടിരുന്നു. ഈ കാലയളവിൽ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവമായിരുന്നു ടർക്ക്മാൻ ഗേറ്റ്. ഡൽഹിയിലെ ടർക്ക്മാൻ ഗേറ്റ് പ്രദേശത്തെ ചേരികൾ ഒഴിപ്പിക്കുവാനായി 1.5 ലക്ഷത്തോളം ആളുകളുടെ വീടുകൾ പൊളിച്ചു നീക്കുകയും ജനങ്ങളെ ക്രൂരമായി വെടിവെക്കുകയും ചെയ്തു. എമർജൻസിയുടെ രക്തമാർന്ന ഓർമ്മകളിലൊന്നായിരുന്നു ഇത്. അങ്ങനെ പൗരാവകാശങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്തു. ഫ്രീഡം, ലിബർട്ടി, ലീഗൽ പ്രൊട്ടക്ഷൻ. കോടതികൾക്ക് പോലും ചില അവകാശങ്ങൾ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ. ജനാധിപത്യം ഒരു നിയന്ത്രിത സംവിധാനമായി മാറി. എമർജൻസി നീണ്ടു നിന്നപ്പോൾ രാജ്യം അതിൻ്റെ നിഴലിൽ ജീവിക്കാൻ പഠിച്ചു. ഇങ്ങനെയിരിക്കെ 77 അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു. രാജ്യം വോട്ട് ചെയ്തു. ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചരിത്രപരമായ ഒരു ഇടിമിന്നലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും പരാജയപ്പെട്ടു. തുടർന്ന് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ പൂർണ്ണമായി പിൻവലിക്കപ്പെട്ടു. 77 അധികാരത്തിൽ വന്ന ജനതാ പാർട്ടി അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന JC ഷായുടെ നേതൃത്വത്തിൽ ഷാ കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ്റെ പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു. ഏകദേശം 1,10,000 പേരെ യാതൊരു കാരണവും ഇല്ലാതെ വിചാരണ കൂടാതെ തടവിലാക്കിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി.
ജയിലുകളിൽ തടവുകാർ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതായി കമ്മീഷൻ കണ്ടെത്തി. 1976-77 കാലയളവിൽ മാത്രം ഏകദേശം 81 ലക്ഷത്തോളം ആളുകളെ നിർബന്ധിതമായി വന്ധ്യകരണം ചെയ്തു. ഇതിൽ അവിവാഹിതരും ഉൾപ്പെട്ടിരുന്നു എന്ന് കമ്മീഷൻ കണ്ടെത്തി. ഡൽഹിയിൽ തുക്മാൻ ഗേറ്റ് പ്രദേശത്ത് ചേരികൾ ഒഴിപ്പിക്കാനായി 1.5 ലക്ഷത്തോളം വീടുകൾ പൊളിച്ചു നീക്കുകയും ജനങ്ങളെ ക്രൂരമായി വെടിവെക്കുകയും ചെയ്തു എന്ന് കമ്മീഷൻ കണ്ടെത്തി. തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്ത 25,000-ഓളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ നിർബന്ധിതമായി വിരമിച്ചതായും കമ്മീഷൻ കണ്ടെത്തി. അടിയന്തരാവസ്ഥ ഒരു സർക്കാർ കാലഘട്ടം മാത്രമല്ലായിരുന്നു, അതൊരു രാജ്യം എത്ര എളുപ്പത്തിൽ നിശബ്ദമാക്കാമെന്നതിൻ്റെ ജീവനുള്ള ചരിത്രം കൂടിയായിരുന്നു. ജനാധിപത്യം അതൊരു ഭരണരീതി മാത്രമല്ല, അത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ശ്വാസം കൂടിയാണ്. 1975 ആ ശ്വാസം തടഞ്ഞു. 1977 രാജ്യം വീണ്ടും ശ്വാസം വിട്ടു. പക്ഷേ ചരിത്രം ഇന്നും ഓർമ്മിപ്പിക്കുന്നു, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് ഒരു ഉത്തരവിൽ മാത്രം. പക്ഷേ അതിൻ്റെ വില ഒരു തലമുറ മുഴുവൻ അടക്കേണ്ടി വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അൺടോൾഡ്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഇന്ത്യയുടെ അടഞ്ഞ ചരിത്രങ്ങളും സത്യങ്ങളും അറിയുവാൻ ഞങ്ങളുടെ കൂടെ കൂടുക. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.